പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ കൊതുകിനെതിരെ കവചമൊരുക്കി. കാസർഗോഡ് നഗരസഭയിൽ പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പരിഗണിച്ചാണ് കൊതുക് ശല്യം കൂടുതലുള്ള ഭാഗത്തെ ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലുകളും PTA-യുടെ നേതൃത്വത്തിൽ ഉരുക്കിന്റെ വലയിട്ട് സുരക്ഷിതമാക്കിയത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. പ്രധാന കെട്ടിടത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് സൗകര്യം കുറവായതിനാൽ ഇത്തവണ AEO ഓഫീസിന് സമീപം മുമ്പ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതും നിലവിൽ SSK ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നതുമായ കെട്ടിടങ്ങളിൽ ചിലതിലേക്ക് ക്ലാസ് മുറികൾ മാറ്റിയിരുന്നു. SSK ഫണ്ടിൽ നിന്ന് ലഭിച്ച 4.8 ലക്ഷം രൂപയ്ക്കൊപ്പം 4 ലക്ഷത്തോളം രൂപ PTA-യും ചെലവിട്ടാണ് ഇവിടുത്തെ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടത്താനാവശ്യമായ സൗകര്യമൊരുക്കിയത്. കുടിവെള്ള സൗകര്യത്തിനായി പുതിയ പൈപ്പും ടാങ്കും മോട്ടോറും PTA ഒരുക്കി. ഒപ്പം മൂത്രപ്പുരയും കക്കൂസും ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാനുള്ള വാട്ടർ ടാപ്പ് സൗകര്യവും പുതുക്കി പണിതു. സ്കൂളിന് ചുറ്റുമുള്ള സ്വകാര്യ പൊതുസ്ഥലങ്ങൾ കൊതുകു സാന്നിധ്യമുള്ളതിനാലാണ് ക്ലാസ് മുറികൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ PTA ആലോചിച്ചത്. തുടർന്ന് ജനാലകൾക്ക് വലയിട്ടാൽ ഇതിന് പരിഹാരമാകുമെന്ന നിർദ്ദേശമുയർന്നു. അങ്ങനെയാണ് കൊതുക് ശല്യം കൂടുതലുള്ള ഭാഗത്തെ ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലുകളും PTA-യുടെ നേതൃത്വത്തിൽ ഉരുക്കിന്റെ വലയിട്ട് സുരക്ഷിതമാക്കിയത്. PTA രക്ഷിതാക്കളിൽ നിന്നും കഴിഞ്ഞ വർഷം സമാഹരിച്ച തുകയിൽ നിന്നും 45,000 രൂപ ചെലവിട്ട് 4 ക്ലാസ് മുറികളിലായുള്ള 35 ജനാലകൾക്കാണ് അലുമിനിയം ഫ്രെയിമിൽ ഉരുക്ക് വല തീർത്തത്. ആഴ്ചയിൽ ഒരു ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണവും നടക്കുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് PTA പ്രസിഡന്റ് റാഷിദ് പൂരണം പറഞ്ഞു. സർക്കാർ സ്കൂളുകളിൽ സംസ്ഥാനത്താദ്യമായാണ് ഇത്തരത്തിൽ PTA നേതൃത്വത്തിൽ കൊതുകുവല പ്രതിരോധം തീർക്കുന്നത്. പൊതുജനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും രക്ഷിതാക്കളുടെയും സഹായം തേടി എല്ലാ ക്ലാസ്സിലും കൊതുകുവല സ്ഥാപിക്കുകയാണ് ഇനി PTA-യുടെ അടുത്ത ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.